ഒരു നോർമൽ സിനാരിയോയിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ എഡ്ജ് ചെയ്യണമെങ്കിൽ ഒരിക്കൽ പോലും അത് അത്ര ഈസി ആയിരിക്കില്ല. പക്ഷേ കോമ്പറ്റീഷനെ ക്രഷ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത്. നമുക്ക് എല്ലാവർക്കും ഒരു 10 കോമ്പറ്റീറ്റർ, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള, അൺനോൺ ആയിട്ടുള്ള 10 കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ ബിസിനസ്സിൽ എല്ലാവർക്കും ഉണ്ട്. ആ കോമ്പറ്റീറ്റർ ആരെന്ന് ജസ്റ്റ് നമ്മൾ ഓടിച്ചു പോകാം. ആദ്യത്തെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ചേഞ്ച് തന്നെയാണ്. ചേഞ്ച്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലക്കുന്നത്, നമ്മളെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ഡിസ്റപ്ഷൻ ഉണ്ടാക്കുന്നതും ചാലഞ്ച് ഉണ്ടാക്കുന്നതും വേറെ ആരുമല്ല, കോമ്പറ്റീറ്ററെക്കാളും കൂടുതൽ ചേഞ്ച് ആണ്. ഇഫ് എവറിത്തിങ് അറൌണ്ട് യു ഇൻ ദ ലാസ്റ്റ് മെനി ഡേയ്സ്, മന്ത്സ്, years changed, have you changed your business? കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് എല്ലാം മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിത രീതി മാറിയിട്ടുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന രീതികൾ മാറിയിട്ടുണ്ട്, നിങ്ങൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് മാറിയിട്ടുണ്ടോ? നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ പ്രോസസ്സ് മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ ടീം അംഗങ്ങൾ മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ ടെക്നോളജി മാറിയിട്ടുണ്ടോ? യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദാറ്റ്. കാരണം ചുറ്റുമുള്ളത് മുഴുവൻ മാറുമ്പോൾ നിങ്ങൾ മാറുന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കോമ്പറ്റീഷൻ. കാരണം എങ്ങനെ നമ്മൾ ഈ ചേഞ്ചിനെ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ ഈ ചേഞ്ചിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കോമ്പറ്റീഷനിൽ. പലതരത്തിൽ മോഡൽ ഓഫ് ചേഞ്ച്, അത് സ്ട്രക്ചറൽ ചേഞ്ച് ആവും, സിസ്റ്റം ചേഞ്ച് ആവാം, സ്റ്റൈലിൽ മാറ്റം വേണ്ടി വരും, സ്ട്രാറ്റജിയിൽ മാറ്റം വേണ്ടി വരും, സ്റ്റാഫിൽ മാറ്റം വേണ്ടി വരും, ഓപ്പറേഷനിൽ മാറ്റം വേണ്ടി വരും, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂവിൽ മാറ്റം വേണ്ടി വരും, നമ്മുടെ നെറ്റ്വർക്കിൽ മാറ്റം വേണ്ടി വരും. രണ്ടാമത്തെ ചാലഞ്ച്, രണ്ടാമത്തെ കോമ്പറ്റീറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, പക്ഷേ വി ആർ റെസിസ്റ്റിംഗ് ടു ചേഞ്ച്. രണ്ടാമത്തെ കോമ്പറ്റീറ്റർ ആണ് റെസിസ്റ്റന്റ് ടു ചേഞ്ച്. പ്രീമിയർ പത്മിനിയും അംബാസഡറും കൂടെ ഏകദേശം 50 വർഷത്തോളം ഇന്ത്യൻ മാർക്കറ്റ് ഷെയറിന്റെ 95% വെഹിക്കിൾ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്ത ആളുകളാണ്. പ്രീമിയർ പത്മിനി, ഫിയറ്റിന്റെ പ്രീമിയർ പത്മിനി, അതുപോലെ തന്നെ അംബാസഡർ. ആളുകൾക്ക് 1985 കാലമായപ്പോഴേക്കും വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള, ലെസ് ഫ്യൂൽ കോസ്റ്റ് വരുന്ന, വളരെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള വെഹിക്കിൾ മാരുതി എല്ലാം കൊണ്ടുവന്നപ്പോൾ പോലും അവർ മാറാൻ തയ്യാറായില്ല. ഒരു രീതിയിലും ഡിസൈനിൽ മാറ്റം വരുത്തില്ല, ഇന്റീരിയർ ഫീച്ചേഴ്സിൽ കാര്യമായി മാറ്റം വരുത്തില്ല, ഒന്നിലും മാറ്റം വരുത്തില്ല. അവസാനം എന്താ സംഭവിച്ചത്? മാറ്റം വരുന്നു എന്ന് അറിയാമായിരുന്നു, ആളുകൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു എന്ന് അറിയാമായിരുന്നു, പക്ഷെ മാറിയില്ല. മാർക്കറ്റിൽ നിന്ന് ഡിസപ്പിയർ ആയി. മാർക്കറ്റ് മാറുന്നുവെങ്കിൽ, ടെക്നോളജി മാറുന്നുവെങ്കിൽ, സിറ്റുവേഷൻ മാറുന്നുവെങ്കിൽ ആദ്യം ആ മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് മാറ്റം വരുത്താനും വേണ്ടി റെഡിയാവുക എന്നതാണ്. SD അതുപോലെ തന്നെയാണ്. സുനിൽ ഗവാസ്കറുടെ കഥ പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്. പുള്ളിക്കാരന് 5 days ഉള്ള ക്രിക്കറ്റ് മാച്ചിന്റെ സമയത്ത് പുള്ളി സൂപ്പർ ആയിരുന്നു. 30-ലേറെ സെഞ്ചുറികളാണ് പുള്ളിക്കാരൻ അടിച്ചിട്ടുള്ളത്. 16 വർഷം ക്രിക്കറ്റിലെ രാജാവായിട്ട് നടന്ന ആളാണ് സുനിൽ ഗവാസ്കർ. 16 വർഷത്തോളം ക്രിക്കറ്റിലെ വലിയ രാജാവായിട്ട്, ഏറ്റവും മികച്ച ആളുകൾ ഇങ്ങനെ ആരാധനയോട് കൂടിയിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ആള്. ആ ഒരു പാരഡൈമിൽ പുള്ളിയായിരുന്നു, ആ ബൗണ്ടറിയിൽ പുള്ളിയായിരുന്നു കിങ് എന്ന് പറയാം. പക്ഷെ ക്രിക്കറ്റിന്റെ സ്വഭാവം മാറി, 1 ഡേയിലേക്ക് മാറിയതോട് കൂടിയിട്ട് പുള്ളി അപ്രസക്തനായി. കാരണം 5 ദിവസം മുട്ടി 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 നിന്ന് സെഞ്ചുറി അടിക്കുന്നത് പോലെയല്ല 1 ഡേയിലേക്ക്. അന്ന് റൈറ്റ് ബോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്, നിങ്ങൾ റൈറ്റ് ബോൾ വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ രാത്രിയായിരിക്കും വരുന്നത്. യു വിൽ നെവർ ഗെറ്റ് എ ചാൻസ്. ക്രിക്കറ്റിലെ രാജാവ് പിന്നീട് 1 ഡേ മാച്ചിലേക്ക് മാറിയപ്പോ ഒരു സെഞ്ചുറിയാണ്, അതും കിടന്ന് ഉരുണ്ട് 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 തയ്ക്കാൻ പറ്റുന്നത്. യു ഹാവ് ടു ചേഞ്ച്. നോക്കിയയോട് പറഞ്ഞതാണ് എല്ലാവരും, വി നീഡ് ന്യൂ ടെക്നോളജി. ആളുകൾ ഐഫോൺ വന്നിട്ടുണ്ട്, സാംസങ് ആൻഡ്രോയിഡിലേക്ക് മാറിയിട്ടുണ്ട്. സ്റ്റിൽ വി ലവ് യു. ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ ഉപയോഗിച്ചതാണ്, ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് നോക്കിയയോട് പറഞ്ഞതാണ്. ആളുകളുടെ ഡിമാൻഡ് മാറുന്നുണ്ട്, കൂടുതൽ കൺവീനിയന്റ് ആയ, കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി എല്ലാം വരുന്നുണ്ട്. ഞങ്ങൾക്ക് മാറണം, പ്ലീസ് ഗിവ് അസ് എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ തന്നെയാണ് വിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സോഫ്റ്റ്വെയറിനെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്നു പറഞ്ഞു. പിന്നീട് കണ്ടത് നോക്കിയയുടെ ശവമടക്കം. ബ്ലാക്ക്ബെറി ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മനുഷ്യന്മാർക്ക് വേണ്ടതില്ല എങ്കിൽ, ഇഫ് യു ആർ റെസിസ്റ്റിംഗ് ടു ചേഞ്ച്, പീപ്പിൾ നെവർ അക്സെപ്റ്റ് യു. സോ അതൊരു വലിയ കോമ്പറ്റീറ്റർ ആണ്, റെസിസ്റ്റന്റ് ടു ചേഞ്ച്.